നമസ്കാരം. ബ്രിസ്റ്റോളിലെ കളി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ തോൽവിയുടെ കയ്പുനീർ ഇറങ്ങിക്കഴിഞ്ഞ നിമിഷം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും മുഖ്യപരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും മുഖത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു നീണ്ട മൗനം താളം കെട്ടിനിന്നു. 6 മത്സരങ്ങളിൽ 5ലും തോറ്റ് തുന്നം പാടിയ ഒരു ടീമിന്റെ അമരക്കാരുടെ നിസ്സഹായത. ലോകകപ്പ് കിരീടം ചൂടി ദിവസങ്ങൾക്കകം ഇങ്ങനെയൊരു ദുരന്തയാത്ര ആരും കണ്ടില്ല. സമീപകാലത്തൊന്നും ഇന്ത്യൻ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീം കാണാത്ത അത്രയും ദയനീയമായ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 2018-19 സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ തുടർച്ചയായി 2 പരമ്പരകൾ വിദേശത്ത് തോൽക്കുന്നത്. വെറുമൊരു തോൽവിയായിരുന്നില്ല അത്. എതിരാളികൾക്ക് മുന്നിൽ പൊരുതാൻ പോലും അറിയാതെ അടിമുടി തകർന്നു പോയൊരു കാഴ്ച. അയർലൻഡിൽ തുടങ്ങിയ ഈ തോൽവി പരമ്പര ഒരു ദുശകനമായിരുന്നോ എന്ന് തോന്നേണ്ടി വരും. ആദ്യ കളിയിൽ അയർലൻഡിനോട് തോറ്റപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമെന്ന് കരുതിയവർക്ക് തെറ്റി. അയർലൻഡിന്റെ വളർച്ചയെ ഇന്ത്യ കുറച്ചു കണ്ടെന്ന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 4ാം മത്സരത്തിലെ തോൽവിയും ട്രെന്റ് ബ്രിഡ്ജിൽ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയും ആരാധകരെ ശരിക്കും സങ്കടത്തിലാഴ്ത്തി. 76 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായത് ഒരു സാധാരണ തോൽവിയായിരുന്നില്ല. 2020 ചരിത്രത്തിലെ നമ്മുടെ 2ാമത്തെ ഏറ്റവും കുറഞ്ഞ സ്കോർ. ഒരു ബാറ്റ്സ്മാൻ പോലും 20 റൺസ് കടന്നില്ലെങ്കിൽ പിന്നെ എന്തു പറയാൻ. ഇതിലും താഴേക്കിനി പോകാനില്ല എന്ന് അയ്യർ അന്ന് പറഞ്ഞെങ്കിലും 2 ദിവസത്തിനു ശേഷം ബ്രിസ്റ്റോളിലെ കൗണ്ടി ഗ്രൗണ്ടിൽ കണ്ടത് അതിലും വലിയ നാണക്കേടായിരുന്നു. ഇന്ത്യ ഉയർത്തിയ 159 റൺസ് വിജയലക്ഷ്യം ഹാരി ബ്രൂക്കിന്റെ ഇംഗ്ലണ്ട് വെറും 13.5 ഓവറിൽ അടിച്ചെടുത്തപ്പോൾ 2022 ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തച്ചു തകർത്തതിന്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തലായി ആ കളി. തുടർച്ചയായ ലോകകപ്പ് വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ലോകകപ്പ് നേടുന്ന ക്യാപ്റ്റനെ മാറ്റി 2 വർഷമായി ടീമിന് പുറത്തിരുന്ന ശ്രേയസ് അയ്യർക്ക് ഇന്ത്യ ക്യാപ്റ്റൻ സ്ഥാനം വെച്ചു നീട്ടിയത്. സൂര്യകുമാർ യാദവിനൊപ്പം ലോകകപ്പിന്റെ ഹീറോയായ സഞ്ജു സാംസണിനെയും പൂർണ്ണമായി തള്ളി. 3 മത്സരങ്ങളിലെ തോൽവിയുടെ പേരിൽ സഞ്ജുവിനെ മാറ്റിയതോടെ തിരിച്ചുവരവിന് ഒരു അവസരം പോലും ലഭിക്കാത്ത അവസ്ഥയായി. സഞ്ജു ആരാധകരാകട്ടെ കട്ടക്കലിപ്പിലും. ടീം മാനേജ്മെന്റിന്റെ പുതിയ പരീക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ കൂപ്പുകുത്തുകയാണ്. ബാറ്റർമാർ താളം കണ്ടെത്തുന്നില്ല. ബൗളിംഗ് പ്ലാനുകൾ ഓരോ മത്സരത്തിലും മാറിക്കൊണ്ടേയിരുന്നു. അതേസമയം ലോകകപ്പ് ജേതാക്കളായ ക്യാപ്റ്റനെ മാറ്റാൻ കാണിച്ച ധാർഷ്ട്യം ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ് എന്ന് വേണം പറയാൻ. കൃത്യം 1 വർഷം മുൻപും ഇത്തരമൊരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യ ഇതേ ആശങ്കയിലായിരുന്നു. അന്ന് ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി തകർന്നതിനു പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെ ടെസ്റ്റ് ക്യാപ്റ്റനാക്കി. ഓവലിലെ അവസാന ടെസ്റ്റിന്റെ അവസാന ദിനം ഇംഗ്ലണ്ടിന് ജയിക്കാൻ 35 റൺസ് മാത്രം മതിയാകുമായിരുന്ന ഘട്ടത്തിൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞ അത്ഭുത സ്പെല്ലാണ് അന്ന് ഇന്ത്യക്ക് സമനില സമ്മാനിച്ചത്. അന്ന് സിറാജ് പരമ്പര രക്ഷിച്ചപ്പോൾ മാനേജ്മെന്റിന്റെ പാളിച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഒടുങ്ങി. ഗംഭീർ രക്ഷപ്പെട്ടു. എന്നാൽ 1 വർഷത്തിന് ശേഷം കൃത്യമായ തന്ത്രങ്ങളില്ലാതെ ഇറങ്ങിയ ഗംഭീറിന്റെ ടീമിനെ രക്ഷിക്കാൻ ഇത്തവണ ഒരു സിറാജ് ഉണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ലോകകപ്പ് സെമിയിൽ ഇന്ത്യ തോൽപ്പിച്ച അതേ ടീമിന് മുന്നിൽ ഇന്ത്യക്ക് 0-3 പരമ്പര അടിയറവ് വയ്ക്കേണ്ടി വന്നു. ലോകകപ്പിൽ ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ പാളിയപ്പോഴാണ് സഞ്ജു രക്ഷകനായത്. ഗംഭീറിന്റെ തന്ത്രങ്ങളിലെ പാളിച്ചകൾ തുറന്നു കാണിച്ച് കുംബ്ലെയും വരുൺ ആരോണും പോലുള്ളവരും രംഗത്ത് വന്നിരുന്നു. അതേസമയം സഞ്ജുവിന് തന്റെ നിലപാടിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയിട്ടുണ്ടെന്ന് ഗംഭീർ പറഞ്ഞിരുന്നു. സഞ്ജുവിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും എന്റെ ഭാഗത്തുനിന്ന് വ്യക്തത നൽകിയിട്ടുണ്ട്. അത് കളിക്കാരനും പരിശീലകനും തമ്മിലുള്ള വ്യക്തിപരമായ സംഭാഷണമാണ്. അത് പുറത്തു പറയാൻ സാധിക്കില്ല, ഗംഭീർ പറഞ്ഞു. സഞ്ജുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വ്യക്തതയുണ്ട്. ഇന്ത്യക്കായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ ടീമിലെടുക്കുമ്പോൾ കളിക്കാരുടെ നിലവിലെ ഫോം കൂടി പരിഗണിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഈ പരമ്പരയിലേക്ക് തിരികെ വരാൻ സാധിക്കില്ലെന്ന് ഇതിനർത്ഥമില്ല. ഇങ്ങനെയാണ് ഗംഭീർ പറഞ്ഞത്.
എന്തായാലും സഞ്ജുവിനെ വീണ്ടും ബെഞ്ചിലിരുത്തിയതിൽ ഇന്ത്യൻ ആരാധകരും മലയാളി ക്രിക്കറ്റ് പ്രേമികളും കടുത്ത പ്രതിഷേധത്തിലാണ്. തുടർച്ചയായ അവസരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഏത് താരത്തിനും താളം കണ്ടെത്താൻ സാധിക്കൂ എന്നിരിക്കെ 2-3 ഇന്നിംഗ്സുകളിലെ പ്രകടനം വെച്ച് സഞ്ജുവിനെ തഴയുന്നത് നീതികേടാണെന്നാണ് ആരാധകരുടെ പക്ഷം.